അല്ല എന്തപ്പോ ഇങ്ങനെ ഒരു അസ്വസ്ഥത ഇരിക്കാനും വയ്യ ഇങ്ങനെ ഒരു നീറ്റ് പോണോ അതാ ഇരിക്കണോ ഏയ് അങ്ങനൊന്നുമില്ലല്ലോ. ഇന്നിപ്പോ നിങ്ങള് ഉറങ്ങുവോ? 3:30 അലാരം വെച്ച് നീച്ചാൽ ഞങ്ങളൊക്കെ അവനാന്റെ കളിക്ക് അങ്ങനെ തന്നെയല്ലേ, നമ്മളൊക്കെ അങ്ങനെ എണീക്കുള്ളൂ. കാണും. കാരണം എന്താ, നിങ്ങളെ കളി കണ്ട് നിങ്ങളോട് 2 വർത്താനം പറയണ്ടേ. അതിനിപ്പോ ഞങ്ങളിന്ന് ജയിച്ചുല്ലോ. അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ ഉണ്ടോ എന്നുള്ള ആൾക്കായിക്കാണോ ആണ്. ടെൻഷൻ ഇപ്പൊ അവനാന്റെ ടീമിന്റെ കളിയാവുമ്പോ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. പക്ഷെ മൊറോക്കോ ഒന്നും ഇപ്പൊ ബ്രസീലിന് ഒരു ഏരയല്ല. ഞങ്ങളെ ചരിത്രം നോക്കി ചരിത്രം നോക്കുമ്പോ ഈ ചരിത്രം ഞങ്ങൾക്ക് മുമ്പിൽ മൊറോക്കോ ഒന്നും അല്ല. നിങ്ങൾ ഈ ചരിത്രം മാത്രം, നിങ്ങൾ റീസെന്റ് കളികൾ നോക്കണം, ഫിഫ റാങ്കിങ് നോക്കണം. റാങ്കിങ്ങിലും ഞങ്ങൾ തന്നെയല്ലേ അവരെക്കാളും മേലെ. എന്ത് നിങ്ങൾ 6ഉം ഒരു 7ഉമാണ്. വലിയ വ്യത്യാസം. 6-നെക്കാളും താഴെയാണ് 7. ഓലെ കളി എന്ന് പറഞ്ഞാൽ സൂപ്പർ കളികളാട്ടാ. അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ എന്താ നിങ്ങൾ മുട്ടിയപ്പോ എന്താ ഉണ്ടായത്? വേൾഡ് കപ്പിൽ ഞങ്ങള് തമ്മിൽ പരസ്പരം മുട്ടിയ 98 അല്ല 3-8 ഞങ്ങളെ റൊണാൾഡോ, ഏത് ഒറിജിനൽ റൊണാൾഡോ, പിന്നെ ബെബറ്റോ, റിവാൾഡോ 3 കൊടുത്തു ഞങ്ങൾക്ക്. ഇപ്പത്തെ കുട്ടികൾക്ക് റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞ വേറെ റൊണാൾഡോ, അതൊക്കെ മറന്നുപോയി. അന്നത്തെ അതൊക്കെ ഈ ഒരു ഫ്രണ്ട്ലി അല്ലേ കളിച്ചത്? അത് ഫ്രണ്ട്ലി അല്ലേ 2023 കഴിഞ്ഞിട്ട് 2-3 കൊല്ലായി. എന്താണ്ടായത്? അന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ തിറ്റ പടിയിറങ്ങി പകരം ഒരു ഇന്ററിംഗ് കോച്ചിനൊക്കെ വെച്ച് കളിച്ചപ്പോ നിങ്ങൾ വലിയ തള്ളാണല്ലോ ആഞ്ചലോട്ടി. അതാണ് ആഞ്ചലോട്ടി ഇപ്പോഴല്ലേ, അന്ന് 2023 തോറ്റത്. ഇപ്പൊ ആഞ്ചലോട്ടി നിങ്ങൾ പറഞ്ഞ പോലെ തേങ്ങി മാങ്ങിയൊക്കെയാണ്. അതിന് കാണുങ്ങള് എന്താണെന്നുള്ളത്. നിങ്ങള് ആ കളിയില് പൊട്ടി കഴിഞ്ഞ് നിങ്ങള് എന്താ അറിയോ, ഏതോ സ്വപ്നകാലത്താണ് ഞങ്ങൾക്ക് 5 കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സത്യല്ലേ, 5 കപ്പ് ഉണ്ടെന്ന് സത്യം പറഞ്ഞേ. അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് മൊറോക്കോന്റീനെ അറിയായിട്ട് ചോദിക്കാണ്. നിങ്ങൾക്ക് അതില് ഒരു ഇടപെടുന്ന കാര്യം എന്താണ്? നിങ്ങൾക്കെതിരെ കളിക്കുന്ന ടീമിന്റെ ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും. അതങ്ങനെയാണ്, ഞങ്ങള് പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യും. ഞങ്ങള് തോറ്റിട്ട് നാളെ നിങ്ങൾ ഇപ്പൊ തന്നെ തോറ്റിക്കണേ, വർത്താനൊക്കെ കേട്ടില്ലേ? ഞങ്ങൾ തോറ്റിട്ട് നാളെ നിങ്ങൾ ആഘോഷിക്കാന്നല്ല നിങ്ങൾ പേടിണ്ടെന്നല്ല ഇപ്പൊ സമ്മതിച്ചേ ആഞ്ചലോട്ടി. അതൊക്കെ തന്ത്രപരമായി പറഞ്ഞാണ്. അതായത് ഇപ്പൊ പേടിണ്ട്. ഒരു സിംഹ അവിടെ നിൽക്കുമ്പോ അതിനിപ്പോ പേടില്ലാന്നും പറഞ്ഞു കണ്ട പൂച്ച എന്ന് പറഞ്ഞാൽ അതിന് ഇരിക്കാൻ പോയി അടിയിട്ടൂലേ. അപ്പൊ മൊറോക്കോ സിംഹാണ് നിങ്ങൾ സമ്മതിച്ചില്ല. അറ്റ്ലസ് എന്നൊക്കെ പറയും. ആ അർത്ഥത്തിലല്ല മൂപ്പര് പറഞ്ഞത്. ഒന്ന് കോഷ്യസ് ആവണം. അതായത് ആഞ്ചലോട്ടി അത്ര പൊട്ടനല്ലാന്നാണ് അതിന്റെ അർത്ഥം. പൊട്ടത്തരൊന്നും ചെയ്യൂല. തോറ്റു കഴിഞ്ഞപ്പോ തന്നെ മുൻകൂർ ജാമ്യം എടുത്താണ്. ഒരു വലിയ ഉഷാറ് ടീമാണ്. അപ്പൊ അതാ ചെറിയ എന്തെങ്കിലും നെഗറ്റീവ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ്. നാളെ നമുക്ക് ഇതിന്റെ ബാക്കി വർത്താനം പറയാം. ബ്രസീലൊന്നും മൊറോക്കോനോട് പൊട്ടാൻ പോണില്ല മക്കളെ.